മറ്റു വാർത്തകൾ നോക്കാം. കേരളത്തിലെ യുവാക്കൾക്ക് ബംഗാളിലെ അനാഥ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു നൽകാമെന്ന ബംഗാൾ ഉസ്താദിന്റെ പരാമർശം വിവാദമാകുന്നു. ഉസ്താദിനെയും ഇടനിലക്കാരെയും അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. മനുഷ്യക്കടത്ത് സംബന്ധിച്ചും അന്വേഷണം വേണമെന്നതാണ് ആവശ്യം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് TS ആദർശ് ചേരുന്നുണ്ട്. ദിലീപിലേക്കാണ് പോകുന്നത്. ദിലീപ്, അത്ര ലാഘവത്തിൽ കാണേണ്ടതല്ല പരാമർശം എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഈ ഉസ്താദ് പറഞ്ഞു വെച്ചത്? ഒപ്പം തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇതിൽ നടക്കേണ്ടതല്ലേ? രാഗി സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, കേരളത്തിലെ യുവാക്കൾക്ക് പെൺകുട്ടികളെ കല്യാണം കഴിക്കണമെങ്കിൽ പശ്ചിമ ബംഗാളിലെ അനാഥ പെൺകുട്ടികളെ നൽകാമെന്നാണ് ആ ഉസ്താദ് ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറയുന്നത്. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് താഴെ തന്നെ ആ വീഡിയോയിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികം ഉയർന്ന ചോദ്യങ്ങൾ രണ്ടാണ്. എന്തുകൊണ്ട് അനാഥ പെൺകുട്ടികൾ, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് പശ്ചിമ ബംഗാൾ ചൂസ് ചെയ്തു എന്നീ രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ 2014 ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നും ഏകദേശം 100-ലധികം പെൺകുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും വ്യക്തമായ രേഖകളില്ലായിരുന്നു. അതുമായിട്ടുള്ള അന്വേഷണം പുരോഗമിച്ച സമയത്താണ് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ആ ഒരു സാഹചര്യം കൂടി ഈ ഒരു വിഷയത്തെ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ മനുഷ്യക്കടത്തുമായി ബന്ധമുണ്ടോ എന്നതും അതോടെ തന്നെ മതപരമായിട്ട് ഇടനിലക്കാരുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഏത് മതത്തിൽപ്പെട്ട പെൺകുട്ടികളാണ് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികളാണോ ഇത്തരത്തിൽ ഇവർ ചൂസ് ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ വലിയ സജീവ ചർച്ചയാകും. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്നടക്കമുള്ള വിമർശനവും അതുപോലെ തന്നെ പല കോണുകളിൽ നിന്നും എന്നൊരു ആവശ്യവും ഉയരുന്നുണ്ട്. രാഗി, ശരി ദിലീപ്, എന്തായാലും ബംഗാൾ ഉസ്താദിന്റെ പരാമർശമാണ് വിവാദമാകുന്നത്. ഉസ്താദിനെയും ഇടനിലക്കാരെയും അന്വേഷിക്കണം, ഇവരെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നതാണ് ആവശ്യം ഉയർന്നത്. ഡൽഹിയിൽ നിന്ന് ദിലീപ് കുറ്റിച്ചലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.